നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടതിരിഞ്ഞി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തൃപ്രയാർ പാലത്തിന് സമീപം കൂറ്റൻ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെൺകുട്ടികളെ കമന്റടിച്ചതിന് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച പ്രതി പോലീസ് പിടിയിൽ. വാർത്തകൾ വിശദമായി. എടതിരിഞ്ഞി കോതറ പാലത്തിനടുത്ത കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പെരിഞ്ഞനം കോവിലകത്ത് കനോലി കനാലിൽ നിന്നാണ് ഇന്ന് രാവിലെ നടന്ന തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. തോട്ടുങ്ങൽ ക്ഷേത്രത്തിന് സമീപം കനാലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്ന ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസിനെയാണ് ബുധനാഴ്ച വൈകിട്ട് 4:30 കാണാതായത്. 2 ദിവസമായി NDRF ടീമും ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും ചേർന്ന് ഡിങ്കി ബോട്ടുകളും നാടൻ വഞ്ചികളും ഉപയോഗിച്ച് മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായിരുന്നില്ല. കാട്ടൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പഴുവിൽ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും. ഉച്ചയ്ക്ക് 2-ന് പഴുവിൽ JP's സംഗമം ഹാളിൽ ചേരുന്ന സമാപന സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് PM ഇബ്രാഹിം അധ്യക്ഷനാകും. CC മുകുന്ദൻ MLA മുൻ വൈസ് പ്രസിഡന്റുമാരെ ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ആശാപ്രവർത്തകരെയും ചാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് 100 വയസ്സായ ബാങ്ക് അംഗങ്ങളെയും സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ PR വർഗീസ്, ബാങ്ക് പരിധിയിലെ 8 പാടശേഖര സമിതികളെയും സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ജൂബി T. കുര്യാക്കോസ്, ബാങ്കിലെ മുൻ ജീവനക്കാരെയും ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ SSLCക്ക് 100% വിജയം നേടിയ സ്കൂളുകളെയും ആദരിക്കും. വൈകിട്ട് 7-ന് KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറും. ശതാബ്ദിയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിവിധ കലാ സാഹിത്യ മത്സരങ്ങൾ, കാർഷിക സെമിനാർ, നേത്രപരിശോധന ക്യാമ്പ്, മുൻ പ്രസിഡന്റുമാർക്കും കുടുംബശ്രീ, ഹരിതകർമ്മ സേന എന്നിവർക്കുമുള്ള ആദരവ്, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം എന്നിവയാണ് സംഘടിപ്പിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് PM ഇബ്രാഹിം, CA ശങ്കരൻ, ഉല്ലാസ് കണ്ണോളി, KV മോഹൻദാസ്, K. രാമചന്ദ്രൻ, സെക്രട്ടറി ഇൻചാർജ് TJ റോബാർജ് എന്നിവർ പങ്കെടുത്തു. സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനമാണ്. സമാപനം നാളെ ജൂൺ 21 ശനിയാഴ്ചയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MP ശ്രീ K. രാധാകൃഷ്ണനാണ്. ചടങ്ങിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കുന്നതായിരിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ചേർന്ന് യോഗ ദിനാചരണം നടത്തി. KK വേലായുധൻ സ്മാരക ഹാളിൽ വെച്ച് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അധ്യക്ഷനായി. ഡോക്ടർ ജിൻഡോ പെരിങ്ങാടൻ, പഞ്ചായത്ത് സെക്രട്ടറി T. സത്യൻ, യോഗ പരിശീലക രേഷ്മ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസ അംഗം സരിത സുരേഷ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനം ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് നമുക്ക് യോഗ ചെയ്യുന്ന ആളുകൾക്കറിയാം. നമ്മൾ രാവിലെ തന്നെ യോഗ ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായി മാറും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളത് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകളാണ്. മിക്കവാറും എല്ലാവർക്കും യോഗ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഷുഗറൊക്കെ ഹൈ ഷുഗറുള്ള ആളുകളൊക്കെ ഈ ഹോമിയോ ഡിസ്പെൻസറിയിൽ വന്ന് അതിൻ്റെ യോഗമൊക്കെ ചെയ്ത ആൾക്കാർക്ക് വളരെ അത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയൊരു സ്റ്റിമുലേഷൻ ബോഡിക്ക് എല്ലാ ജോയിൻസിനും കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ. മുട്ടുവേദന ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ സ്ട്രെയിൻ ചെയ്ത് ഇപ്പം ചെയ്യണമെന്നില്ല കേട്ടോ. ഉള്ളൂ ഒരു എല്ലാവർക്കും 3 times ഇങ്ങോട്ടും ആന്റി ക്ലോക്ക് വൈസും കൊടുക്കുക. പെരിഞ്ഞ
പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 6,75,000 രൂപ ചിലവിട്ട് 27 പേർക്കാണ് വിവിധ ഉപകരണങ്ങൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത്, സുജിത സലീഷ്, സെൽവ പ്രകാശ്, സന്ധ്യ സുനിൽ, ICDS സൂപ്പർവൈസർ പ്രജിന, അസിസ്റ്റന്റ് സെക്രട്ടറി മിനി തുടങ്ങിയവർ സംസാരിച്ചു. വയ്യായികയ്ക്ക് അനുസരിച്ച് ഇവിടെ ഈ മോട്ടോർ ഘടിപ്പിച്ച വീൽ ചെയർ അല്ലെ പുറത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാനുള്ള വീൽ ചെയർ ഏകദേശം 1,22,000 രൂപയാണ് അതിന് ചിലവ് വരുന്നത്. അത് 4 എണ്ണമാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒരു മൂലയിൽ മാറ്റി വയ്ക്കാതെ അത് എന്താണ് എന്ന് മനസ്സിലാക്കി അത് അപ്പം തന്നെ റിപ്പയർ ചെയ്ത് അത് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാക്സിന്റെ നേതൃത്വത്തിൽ പ്രതിഭാതരം 2025 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും 14 വർഷമായി SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളിനെയുമാണ് ഉപഹാരം നൽകി ആദരിച്ചത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VS ജിനേഷ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, എഴുത്തുകാരൻ RM മുഹമ്മദ് ഹുസൈർ, പ്രിൻസിപ്പാൾ രഞ്ജി T പരമേശ്വരൻ, പ്രധാനാധ്യാപകൻ M രാജേഷ്, സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, ഒസാക്സ് UAE ചാപ്റ്റർ പ്രസിഡന്റ് KA ജാഫർ സാദിഖ്, ലേഡീസ് വിംഗ് സെക്രട്ടറി KR രാഖി, ഒസാക്സ് സെക്രട്ടറി PK ഹംസ, ട്രഷറർ KV ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് തെളിവുകളുണ്ട്. നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ തന്നെ നമുക്ക് എടുത്തുപോയാൽ അറിയാം. നമുക്ക് 18 വന്നിട്ടുള്ള മഹാപ്രളയം, അതുപോലെ തന്നെ 19 അതേ സമാന നിലയിലുള്ള ഒരു പ്രളയം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മുന്നിൽ വന്നാൽ കോവിഡ്, ഹോക്കി, അതുപോലെ തന്നെ നിപ്പ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമുക്ക് മുന്നിൽ വന്നപ്പോഴും നമ്മൾ ആരും പകച്ചു നിന്നില്ല. കേരളം പകച്ചു നിൽക്കാത്തതിന്റെ കാരണം എന്താ? അതിനുവേണ്ടി സഹായിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങുന്ന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ നാട് ഒന്നിക്ക് പ്രവർത്തിച്ചു എന്നതാണ് അതിന്റെ പ്രത്യേകത. അച്ഛന്റെ ഓർമ്മയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനവുമായി മകനും കുടുംബവും. സാമൂഹ്യ പ്രവർത്തകയും കലാകായിക മേഖലകളിൽ മികവുറ്റ കഴിവ് തെളിയിച്ച ഭിന്നശേഷിക്കാരിയായ ലീന ജോസിന് വീൽചെയർ നൽകിയാണ് ചൂലൂർ സ്വദേശി അരയമ്പറമ്പിൽ ദിനേശും കുടുംബവും മാതൃകയായത്. പിതാവ് അരയമ്പറമ്പിൽ ശങ്കരനാരായണന്റെ ഓർമ്മയ്ക്കായാണ് മകൻ ദിനേശും കുടുംബവും ലീനയ്ക്ക് വീൽചെയർ നൽകിയത്. ഒരാഴ്ച മുൻപാണ് പിതാവ് മരണപ്പെട്ടത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന അച്ഛന്റെ മോഹം മക്കളിലൂടെ നിറവേറ്റുകയാണ് ദിനേശ്. ഭാര്യ സുദർശിനി, മക്കൾ അശ്വിൻ, അർജുനൻ, സഹോദരൻ സുനിൽകുമാർ അരയമ്പറമ്പിൽ, മാതാവ് ബേബി ശങ്കരനാരായണൻ, സഹോദരി ബീന തിലകൻ, അരവിന്ദൻ AS ചാത്തുണ്ണി, ലീന എന്നിവർ പങ്കെടുത്തു. അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ നാട്ടിക കോളേജിൻ്റെ അടുത്തുള്ള ഭിന്നശേഷിയായിട്ടുള്ള കലാകാരി ലീനയ്ക്ക് വീൽ ചെയർ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊടുക്കുകയാണ്. വലപ്പാട് പഞ്ചായത്ത് കോൺഗ്രസ് 16-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. KH കബീർ അധ്യക്ഷനായി. INTUC നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് പ്രസിഡന്റ് ഡേവിസ് വാഴപ്പിള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി CK ഉല്ലാസ്, സജിത്രൻ തയ്യിൽ, അഭിലാഷ് തേവർക്കാട്ടിൽ, അക്ബർ അലി, OK അബൂബക്കർ, മനോഹരൻ കോമന്താക്കൽ, ഷംസുദ്ദീൻ മമ്മസ്ര ഇല്ലത്ത് എന്നിവർ സംസാരിച്ചു. ചിലവർ പറയും ലക്ഷ്യം പോലെ തന്നെ പവിത്രമായിരിക്കണം നമ്മളുടെ മാർഗവും. അപ്പോൾ മഹാത്മാഗാന്ധി ആ മാർഗം തെരഞ്ഞെടുത്തൊരു മനുഷ്യനായിരുന്നു, ഒരു മഹാത്മാവായിരുന്നു. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ജോലിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി തൻ്റെ യൗവന കാലഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് ജോലി സംബന്ധമായിട്ട് പോവുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ദക്ഷിണാഫ്രിക്കയിൽ തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും താൻ കറുത്തവനായതുകൊണ്ട്
ഏഷ്യൻ വംശജനായതുകൊണ്ട്, താൻ ഇന്ത്യക്കാരനായതുകൊണ്ട് ഗാന്ധിജി ആ യാത്രകളിലും തൻ്റെ പ്രവർത്തനങ്ങളിലും പ്രവൃത്തികളിലും ജോലിക്കിടയിലും താൻ അനുഭവിക്കേണ്ടി വന്ന യാതനകളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച്, തന്നെ ഇകഴ്ത്തുന്ന ഒരുപാട് നിലപാടുകൾ വെള്ളക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായതിനെക്കുറിച്ച് പിന്നീട് ഗാന്ധിജി എഴുതുകയുണ്ടായി. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. പെരിങ്ങോട്ടുകര നാലുംകൂടി സെന്ററിലേക്ക് നടത്തിയ റാലി അധ്യാപകനായ PV രാജു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ നാലുംകൂടി സെന്ററിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ, റേഞ്ചർ ലീഡർ ടീന ഡേവിസ്, റോവർ ലീഡർ സ്നേഹ ജോസഫ്, അലക്സ് ജോർജ് എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ ക്യാമ്പയിൻ നടന്നു വരികയാണ്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളും സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളും നടത്തിയ ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ജനങ്ങളെയും അതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃപ്പയാർ പാലത്തിന് സമീപം വലിയ മരം റോഡിലേക്ക് വീണു. ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു. മരം കടപുഴകുന്ന ശബ്ദം കേട്ട ആളുകൾ ഓടി മാറിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. വൈദ്യുതി ലൈനിന് മുകളിലൂടെയാണ് മരക്കൊമ്പുകൾ റോഡിലേക്ക് വീണത്. തുടർന്ന് വലപ്പാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറോളം പ്രയത്നിച്ചാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ GMLP തളിക്കുളം നോർത്ത് സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നടത്തി. തളിക്കുളം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് TR ലാലു ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ദിൻഷ അധ്യക്ഷയായി. ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ലൈജു AS കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി. ഡോക്ടർ ഹൃദ്യ കുട്ടികളിൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് TA ജീജ, ഷീജ ടീച്ചർ, സുമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വായനമാസാചരണത്തിന്റെ ഭാഗമായി തളിക്കുളം GMLP സ്കൂൾ തളിക്കുളം നോർത്തിൽ ലൈബ്രറി പുസ്തകങ്ങളുടെ പ്രദർശനം സ്കൂൾ PTA പ്രസിഡന്റ് KS സലീം ഉദ്ഘാടനം ചെയ്തു. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും പുസ്തക പ്രദർശനത്തിൽ പങ്കാളികളായി. നേരെ ഉയർന്ന് വന്ന് കൈകൾ രണ്ട് പതിപ്പിച്ച് വെച്ച് തല ഉയർത്തി ശ്വാസം എടുത്ത് തല താഴേക്ക് താഴ്ത്തി ശ്വാസം. തല ഉയർത്തുമ്പോൾ പൂച്ച നമ്മൾ എന്താ ചെയ്തേ? പിടിച്ചോ. കിട്ടിയതിന് ശേഷം കൈ ഉയർത്തി പിടിച്ചോ. അപ്പുറത്തെ പിടിക്കാൻ പാടില്ല, കൈകളോട് പിടിക്കണം. ചൂലൂർ ALP സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് നൃത്തയോഗ വലപ്പാടിന്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക സ്വപ്ന ടീച്ചർ അധ്യക്ഷയായി. തുടർന്ന് നൃത്തയോഗ വലപ്പാട് ഗ്രൂപ്പിലെ അംഗമായ രജനി ഉണ്ണികൃഷ്ണൻ യോഗ ക്ലാസിന് നേതൃത്വം നൽകി. മറ്റംഗങ്ങളായ വലപ്പാട് 2ാം വാർഡ് മെമ്പർ രശ്മി ഷിജോ, ഡോളി റിനോ, രജിത സുരേഷ്, നിർമ്മല സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ ലീഡർ ഉമർ റാഹിസ്, SRG കൺവീനർ ആരതി ടീച്ചർ, ശ്രുതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അതാണ് ആത്മാവ്. അപ്പൊ മൂന്നിന്റെ ഒരു കൂടിച്ചേരലാണ് യോഗ. യോഗ പഠിക്കുന്നോണ്ട് എന്താ? നമുക്ക് ഉന്മേഷം, ഉത്സാഹം, സന്തോഷം, ദയ, കരുണ എല്ലാം നമ്മളുടെ ശരീരത്തിലേക്ക്, നമ്മുടെ സ്വഭാവത്തിലേക്ക് വരുന്നു. പിന്നെ നമ്മൾക്ക് കുറേ രോഗങ്ങൾ, ജീവശൈലി രോഗങ്ങൾ എന്ന് പറയാം. അതെന്ത് രോഗങ്ങളാ? നമ്മളുടെ ഭക്ഷണം കൊണ്ടും നമ്മളുടെ ഉറക്കമില്ലായ്മ കൊണ്ടും നമ്മളുടെ അലസത കൊണ്ടും മടി കൊണ്ടും ഉണ്ടായി വരുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ. പതുക്കെ 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 ശ്വാസം റിലീസ് ചെയ്യുക, ബ്രീത്ത് ഔട്ട്. ശ്രദ്ധിക്കുക, ശബ്ദങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ ഇതാക്കുന്നു, വലിയ ശബ്ദങ്ങൾ നിങ്ങൾ. KV പീതാംബരന്റെ 5ാമത് ചരമവാർഷിക അനുസ്മരണം നടത്തി. KVയുടെ വസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും ഉണ്ടായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം രജനി ബാബു അധ്യക്ഷയായി. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, LC അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി അംഗങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. രാവിലെ ഏരിയയിലെ എല്ലാ ബ്രാഞ്ചുകളിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും ഉണ്ടായി. ശക്തിപ്പെടുത്താനായിട്ട് നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. KSYFന്റെ പ്രവർത്തകരായി, പിന്നീട് DYFIയുടെ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായും, പാർട്ടിയുടെ ദീർഘകാലം ഏരിയ സെക്രട്ടറിയായും, ജില്ലാ കമ്മിറ്റി മെമ്പറായും, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടെല്ലാം, മറ്റു ട്രേഡ് യൂണിയൻ രംഗത്തെല്ലാം ആ പ്രവർത്തനം എളിമയാർന്ന പ്രവർത്തനമായിരുന്നു. ഒരു ജലാശയത്തിലെ മത്സ്യം പോലെ മുഴുവൻ ജനങ്ങളുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിലൂടെ എല്ലാം നമ്മുടെ പ്രദേശത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടിയെ ശക്തിപ്പെടുത്താനായിട്ട് കഴിഞ്ഞു എന്ന് പറയാൻ കാരണം ഇന്ന് നമ്മുടെ പ്രദേശത്ത് 189 ബ്രാഞ്ചുകളുണ്ട്. അതേപോലെ തന്നെ 11 മറ്റ് ലോക്കൽ കമ്മിറ്റികളായി.
വടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സ്കൂൾ ഹാളിൽ നടത്തിയ ചടങ്ങ് എഴുത്തുകാരനും പ്രഭാഷകനുമായ AK മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RA ഷെരീഫ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ PA കണ്ണൻ, പ്രധാനാധ്യാപകൻ VM ഹനീഫ, അധ്യാപകരായ റിന, സ്മിത, ഷർമിള, ഷൈജ, സബീന നാസർ, ഷാഹുൽ ഹമീദ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ പ്രസംഗം, ഗാനാലാപനം എന്നിവയും ഉണ്ടായിരുന്നു. വായനാ ദിനമായി തുടർന്ന് 2-3 ആഴ്ചക്കാലം വായനാ പക്ഷാചരണമായി ഒക്കെ തന്നെ നടത്തുകയാണ്. അത് അഭിമാനമാണ്. കാരണം ധാരാളം മഹത് വ്യക്തികൾ ഈ കേരള ഭൂമിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. PM പണിക്കർ മാത്രം എന്താണ് ചില കുട്ടികൾ വർത്തമാനം പറഞ്ഞു കൊടുക്കുന്നത്, എനിക്ക് ശ്രദ്ധ പോകും. PM പണിക്കർ മാത്രം നാം എന്താണ് ഓർക്കുന്നത് എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഒരു PTA അംഗം ഒരു പുസ്തകം തന്നു. ആ പുസ്തകം നമ്മൾ ലൈബ്രറി കൊടുത്തു. ആ ലൈബ്രറിയിൽ വായന നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ലൈബ്രറി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഇത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളമില്ല എന്നാണ് ഞാൻ പറയുകയാണ്. തിരുവിതാംകൂറിൽ വായനയുടെ ലോകത്തേക്ക് ചിറക് വിരിച്ച് പാറിപ്പറന്ന് GLPS മണലൂരിലെ കുട്ടികൾ. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് PN പണിക്കർ അനുസ്മരണം നടത്തി. ഡോക്ടർ ആന്റണി തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക EL ജോസി ടീച്ചർ, മാതൃഭൂമി പ്രതിനിധികളായ ലിജോ, ശശി, PTA പ്രസിഡന്റ് PV സലീഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ പുസ്തക പ്രദർശനവും വായനാ മത്സരവും നടത്തി. അമ്മമാർക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം നൽകി അമ്മ വായന ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് സിവിതയ്ക്ക് പുസ്തകം നൽകി മുഖ്യാതിഥി മീര ടീച്ചർ അമ്മ വായന ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് കവിതകളിലൂടെയും കഥകളിലൂടെയും രസകരമായ അനുഭവങ്ങളും അറിവുകളും മീര ടീച്ചർ പകർന്നു നൽകി. വ്യാജ പീഡന കേസ്. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രിയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ ബാംഗ്ലൂർ പോലീസ് 2 കോടി ആവശ്യപ്പെട്ടു. ഗുരുതര ആരോപണവുമായി മകൾ രംഗത്ത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രിയുടെ മകളുടെ ഭർത്താവിനെ വ്യാജ പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ തന്ത്രിയെ കൂടി പ്രതി ചേർത്ത ബാംഗ്ലൂർ പോലീസ് നടപടിക്കെതിരെ മൂത്ത മകൾ ഉണ്ണിമായ രംഗത്ത്. സംഭവത്തിൽ അച്ഛൻ നിരപരാധിയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബാംഗ്ലൂർ പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അവർ കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ദേവസ്ഥാനം ഫ്രീ ഡയാലിസിസ് സെന്റർ എന്നൊരു സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചതിന്റെ പേരിൽ ഒരു റേപ്പിസ്റ്റായി മുദ്ര കുത്തപ്പെട്ട പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരന്റെ മൂത്ത മകൾ ഉണ്ണിമായിയാണ് 2 ദിവസം മുന്നേ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും, എല്ലാ മീഡിയയിലും നിറഞ്ഞു നിന്നൊരു വാർത്ത. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജയ്ക്കായി വിളിച്ചു വരുത്തി ഒരു യുവതിയെ പീഡിപ്പിച്ചുവെന്നും ക്ഷേത്രം ജീവനക്കാരൻ അരുൺ അറസ്റ്റിൽ, ക്ഷേത്രം തന്ത്രി ഒളിവിൽ. ആദ്യമായി നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം പറയട്ടെ. അരുൺ ക്ഷേത്രം ജീവനക്കാരനല്ല, എന്റെ അനിയത്തിയുടെ, അതായത് ഉണ്ണി ദാമോദരന്റെ 2ാമത്തെ മകൾ വിഷ്ണുപ്രിയയുടെ ഭർത്താവാണ്. പിന്നെ എന്തുകൊണ്ടാണ് ക്ഷേത്രം ജീവനക്കാരൻ എന്നൊരു ന്യൂസ് വന്നത്? കാരണം അച്ഛനും മകളുടെ ഭർത്താവും കൂടി ഒരു പീഡന കേസിൽ പ്രതിയാകുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾ എത്രത്തോളം വിശ്വസിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. കാരണം ഫെബ്രുവരി 3-ാം തീയതി മുതൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഇരിക്കുമ്പോ അകത്ത് എങ്ങനെയാണ് ഒരു യുവതിയെ പീഡിപ്പിക്കുക? നിങ്ങൾ തന്നെ പറയാം. 5ഓളം പോലീസുകാർ ക്ഷേത്രത്തിന്റെ പുറത്ത് രാവും പകലുമുണ്ട്. അവസാനം അവർ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അരുണിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് അരുണിനെ കൊണ്ടുപോയി. ഒപ്പം ഞാനും നമ്മുടെ 2 കുടുംബ സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ പോയി. ഞങ്ങൾ അവിടെ എത്തുന്നതും ഏകദേശം പുലർച്ചയായി. അവിടെ ചെന്നതിന് ശേഷമാണ് വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. അവിടെ ചെന്ന് എനിക്ക് CI ബലദൂർ സ്റ്റേഷനിലെ CI കുറച്ച് ഫയൽസ് കാണിച്ചു തന്നു, ചാറ്റ് ഫയൽസ്. അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹണി ട്രാപ്പ് ആണെന്നുള്ളത്. കാരണം അവന്റെ ചാറ്റ് മാത്രമുണ്ട്, ഈ ലേഡിയുടെ ചാറ്റ് ഒന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞു, എന്നെ അപ്പുറത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരാം. അച്ഛൻ ഇതിൽ പ്രതിയല്ലെന്ന് വിക്ടിമിനും ഉറപ്പാണ്, വിക്ടിമിനും അറിയാം. ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ്. അച്ഛനെ ഇതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ 2 കോടി രൂപ തരണമെന്ന്. ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മക്കൾക്കുമുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് കേസിന് ആസ്പദം. തന്ത്രിയുടെ സഹോദരങ്ങളും അവരുടെ മക്കളും ചേർന്നുള്ള ഗൂഢാലോചനയാണ് പീഡനക്കേസ്. തന്ത്രിയുടെ സഹോദരപുത്രന്റെ കർണാടകയിലുള്ള പെൺസുഹൃത്താണ് അറസ്റ്റിലായ അരുണിനും ക്ഷേത്രം തന്ത്രിക്കുമെതിരെ പരാതി നൽകിയ സ്ത്രീ.
കർണാടക ബെന്തല്ലൂർ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇക്കാര്യം പോലീസിനും കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ടെന്നും മകൾ ഉണ്ണിമായ പറഞ്ഞു. അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ നൽകിയിട്ടും പോലീസ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിന്റെ പേരിൽ അവർ തന്നെയും ക്ഷേത്രത്തെയും നിരന്തരം വേട്ടയാടുകയാണെന്നും അവർ ആരോപിച്ചു. കർണാടക പോലീസ് പണം ആവശ്യപ്പെട്ടതിന്റെ തെളിവും തന്റെ പക്കലുണ്ട്. കർണാടകയിലെ യുവതി പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയെന്ന് പറയുന്ന ദിവസം യുവതിയും 3 സ്ത്രീകളും വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും വ്യാജമാണെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധനയിൽ വ്യക്തമായി. ക്ഷേത്രത്തിൽ പ്രവേശിച്ച അവർ ചില ഫോട്ടോകൾ എടുക്കുകയും ഉടൻ തന്നെ അവിടെ നിന്ന് പോവുകയുമായിരുന്നു. വസ്തുത ഇതാണെന്നിരിക്കെയാണ് വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ പീഡനക്കേസിൽ കുടുക്കിയതെന്നും അവർ പറഞ്ഞു. ഈ കേസിൽ അച്ഛനെയും ഉൾപ്പെടുത്തി ക്ഷേത്രത്തിന് കളങ്കം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഇവരുടെ ശ്രമമെന്നും ഉണ്ണിമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ ധനം ക്ഷേത്രത്തിൽ 1 രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ. അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വി കൃഷ്ണയുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനവും നടന്നു. ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് M. പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അധ്യക്ഷനായി. ഉദ്ഘാടകൻ അദ്ദേഹത്തിന്റെ സ്വന്തം രചനകൾ വിദ്യാലയത്തിലേക്ക് സംഭാവന ചെയ്തു. ഹെഡ്മാസ്റ്റർ K. ഫ്രാൻസിസ്, പ്രിൻസിപ്പാൾ ലിൻസി എ. ജോസഫ്, PTA പ്രസിഡന്റ് Gio K. മാത്യു, CO സീന, ദീപ വർഗീസ് K എന്നിവർ സംസാരിച്ചു. ലൈബ്രറി നവീകരണത്തിന് വേണ്ട സാമ്പത്തിക സഹായം ആൻഡോ ചിറയത്ത് സ്പോൺസർ ചെയ്തു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. പെൺകുട്ടികളെ കമന്റടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം പള്ളിനട സ്വദേശി ഉളക്കൽ വീട്ടിൽ സിദ്ദീഖിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 7-ന് പൊരിബസാറിൽ വെച്ച് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ബൈക്കിൽ വന്ന പ്രതികൾ കമന്റടിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്താൽ പൊരിബസാർ സ്വദേശിയായ തോട്ടുങ്ങൽ കണ്ണേഴത്ത് വീട്ടിൽ അമീർ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. സിദ്ദീഖിനെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സിദ്ദീഖിന് വിവിധ സ്റ്റേഷനുകളിലായി 10ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടശാങ്കടവ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ലഹരിവിരുദ്ധ സന്ദേശമടങ്ങുന്ന നോട്ട്ബുക്കുകളുടെ വിതരണം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയായ അലീന മാത്യു പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ അബീദ A, NSS പ്രോഗ്രാം ഓഫീസർ രാജശ്രീ R, PTA പ്രതിനിധികളായ CA മുരളി, PA കിരൺ, അധ്യാപകരായ രതീഷ് ബാബു, TS സൗമിനി എന്നിവർ സംസാരിച്ചു. പുതിയ കെട്ടിടം പണിത് നൽകിയിട്ടും വാടനപ്പള്ളി രജിസ്റ്റർ ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിൽ. മുൻ MLA PA മാധവൻ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപ അനുവദിച്ച് പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ച് നൽകിയിട്ടും രജിസ്ട്രാർ ഓഫീസ് മാറ്റി സ്ഥാപിക്കാതെ പഴയ ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ ധർണയും നടത്തി. നിരന്തരമായി സമരം നടത്തിയിട്ടും അധികാരികൾ രജിസ്റ്റർ ഓഫീസ് മാറ്റാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരത്തിന് രൂപം കൊടുക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധർണ DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി CN നൌഷാദ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, CM ശിവപ്രസാദ്, IP പ്രഭാകരൻ, PD ബെന്നി, CM രഘുനാഥ്, ML സെബാസ്റ്റ്യൻ, സുഗന്ധിനി ഗിരീഷ്, NJ സേവിയർ, PV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എന്നിട്ടും ഈ അധികാരികൾക്ക് ഇതുവരെ ഈ രജിസ്റ്റർ ഓഫീസ് മാറാനുള്ള സന്മർശം അവർ ഇതുവരെ കാണിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഞങ്ങൾ ഈ സമരപരിപാടി മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ പഴയൊരു കെട്ടിടത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലാണ് ഈ പരിപാടി രജിസ്റ്റർ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാധാരണക്കാർ കയറിയിറങ്ങുന്ന ഈ ഓഫീസ് ഇന്ന് ഇടയെന്നിട്ടുള്ളൊരു നായ്ക്കളെയൊക്കെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. യോഗാ ദിനത്തിന്റെ ഭാഗമായി നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യോഗ പരിശീലന ക്ലാസുകൾ നടത്തി. പെരിഞ്ഞനം ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകരായ ലെനിൻ ഉണ്ണി, ശാലിനി ജയചന്ദ്രൻ, രഞ്ജിത ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ അധ്യക്ഷയായി. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ MV ലതിമോൾ, ശശിധരൻ V, സ്മിത NR, സജിത NV, അപർണ VA, രൂപ MV, കവിത, സുഷമ, PA ലിജിന എന്നിവർ പങ്കെടുത്തു. ഇങ്ങനത്തെ അഭ്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എന്നാ പുറത്തു പോയിട്ട് ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി ഇതൊക്കെ കുറഞ്ഞു. പണ്ടത്തെ പോലെയാണോ? അല്ല. അപ്പൊ എന്ത് വേണം? ശരീരത്തിന് ഊർജം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞൊരു വേർഡുണ്ട്, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, ഭക്ഷണം ഇല്ല. ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? ഊർജം. യെസ്, എനർജി. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം തന്നെയാണ് എന്ത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത്. എന്ത് ഉറക്കം വരുന്നു, ഭക്ഷണം കഴിച്ചിട്ടില്ല. യെസ്. അപ്പോ ഈ ഊർജം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? ശാരീരികമായിട്ടുള്ള ഫിറ്റ് ഉണ്ടാവണം, മനസ്സിന് സന്തോഷം ഉണ്ടാവണം, മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കണം, അല്ലേ? നിങ്ങളുടെ ഊർജം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും. ആണോ? ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങി നല്ല ഹാപ്പി, നല്ല കൂട്ടുകാരൊപ്പം നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് ഒരു ഫ്രണ്ട് വന്നിട്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഇടശ്ശേരി സബ് സെന്റർ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി. CC മുകുന്ദൻ MLA കല്ലിടൽ ചടങ്ങ് നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അധ്യക്ഷയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA മഹമ്മദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, വാർഡ് മെമ്പർ വിനയപ്രസാദ്, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീരേഖ BS, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ VC, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, പഞ്ചായത്ത് സെക്രട്ടറി KR സിന്ധു എന്നിവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ TJ ജോൺസി പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവിലുള്ള പഴക്കം ചെന്ന സബ് സെന്റർ പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം പണി ആരംഭിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 55,50,000 രൂപ ഹെൽത്ത് ഗ്രാന്റ് വകയിരുത്തിയാണ് പ്രൊജക്ട് രൂപീകരിച്ചത്. ഒറ്റ നിലയിൽ 1250 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഓഫീസ് റൂം, ഇമ്മ്യൂണൈസേഷൻ റൂം, ടോയ്ലറ്റ്, സ്റ്റോർ റൂം, വിസിറ്റിംഗ്
വെയിറ്റിംഗ് ഏരിയ, ഇഞ്ചക്ഷൻ റൂം എന്നിവയും ഹാൾ, ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ് എന്നിവയും ഉൾപ്പെടുത്തി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് റൂമും ചേർന്നാണ് കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ അത്യാവശ്യം തൊട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാനായി. പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും വലിയൊരു മാറ്റം നമ്മുടെ രംഗത്ത് സർക്കാരിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ അഹമ്മദിൻ്റെയോ അല്ലെങ്കിൽ CC മൂന്നിൻ്റെ സഹായത്തോടെ അല്ല, സർക്കാർ തരുന്ന നമ്മൾ ചോദിക്കപ്പെടുന്ന ചില ഫണ്ടുകൾ നമ്മുടെ വ്യാപകമായി എല്ലാ മേഖലയും കിട്ടുന്ന പോലെ നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ലഭിച്ചു എന്നുള്ളതാണ്. നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 8ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 426ാം റാങ്കും കരസ്ഥമാക്കിയ ഗൗതം സുനിലിനെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വസതിയിലെത്തി അനുമോദിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡോ തൊറയൻ ഗൗതമിനെ ഷാൾ അണിയിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി MB സജീവ്, സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ബില്ലി പട്ടത്താനം, വിനോഷ് വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക തെക്കേടത്ത് സുനിൽ ഷീബ ദമ്പതികളുടെ മകനാണ് ഗൗതം. 720-ൽ 621 മാർക്ക് നേടിയാണ് റാങ്ക് കരസ്ഥമാക്കിയത്. അപ്പോൾ ആദ്യമേ തന്നെ നെഹ്റു സ്റ്റഡി സെന്ററിന്റെ കൃത്യമായ അഭിനന്ദനങ്ങൾ ഗൗതമിന് നേരുകയാണ്. നീറ്റ് എക്സാമിൽ കേരളത്തിലെ 8ാമതും ഇന്ത്യയിൽ 426ാമത്തെയും റാങ്കാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് താനൂം പഞ്ചായത്തിനും ഏറെ അഭിമാനിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ നേട്ടം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരുടെയും പേരിൽ കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തും അതുപോലെ തന്നെ ഒട്ടനവധി മേഖലകളിൽ തിളങ്ങാനും അതുപോലെ തന്നെ റാങ്ക് മേടിക്കാനും ഒക്കെ ഉള്ള ആ ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബവും സമൂഹവും ഒക്കെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നമുക്കിപ്പോൾ നീറ്റിൽ കിട്ടി കഴിഞ്ഞാൽ തുടർന്ന് മറ്റുള്ള അഡ്മിഷനുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രാപ്തമാവുന്ന വിധത്തിലുള്ള കോഴ്സുകൾ എടുത്തുകൊണ്ട് ഗൗതമിനും അതുപോലെ തന്നെ നമുക്കറിയാം ഈ വളർന്നു വരുന്ന, അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കൂടെ വരുന്നത് ഗൗതമിനൊക്കെ ഒരു ചെറിയ ഇൻസ്പിറേഷൻ തന്നെയാണ്. കഴിഞ്ഞ 3 വർഷം നീറ്റിനായി പരിശീലിക്കാൻ സഹായിച്ച മാതാപിതാക്കളോടും പഠിപ്പിച്ച അധ്യാപകരോടും അതേപോലെ കൂടെ നിന്ന സഹപ്രവർത്തകരോടും ആദ്യം എൻ്റെ നന്ദി പറയുന്നു. ഇവരൊന്നും ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഒരുപക്ഷെ പഠിച്ചിറങ്ങാൻ പറ്റില്ലായിരുന്നു. പഠിക്കുന്നിടത്തും ചില സമയങ്ങളിലും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ സ്തംഭിച്ച് നിന്നിരുന്ന സമയത്ത് കൂടെ കൈപിടിച്ചിറക്കാൻ നിന്നിരുന്ന ആ സഹപ്രവർത്തകരോടും ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരോട് എല്ലാവരോടും നന്ദി പറയുന്നത്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് താന്യ മണ്ഡലം കമ്മിറ്റി റോഡിലെ കുഴിയിൽ ഇരുന്നും വാഴനട്ടും പ്രതിഷേധം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലു റോഡിലെ കുഴിയിൽ ഇരുന്നുകൊണ്ട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, ഹബീബുള്ള പട്ടാട്ട്, ബെന്നി തട്ടിൽ, ജോസഫ് തേക്കാനത്ത്, E രമേശൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 8 കൊല്ലക്കാലമായി ഒരു ജലജീവൻ മിഷന്റെ പേരിൽ ഈ കാണുന്ന പെരിങ്ങോട്ടുകര, താന്യം, പുത്തമ്പീടിക, അന്തിക്കാട് വഴി പോകുന്ന ഈ റോഡ് ഈ നാട്ടിൽ താമസിക്കുന്ന 1.5 ലക്ഷത്തോളം വരുന്ന യാത്രികർക്ക് അല്ലെങ്കിൽ 1 ലക്ഷത്തോളം വരുന്ന യാത്രികർക്ക് നിരന്തരം യാത്ര ചെയ്യാൻ കഴിയാതെ, സ്കൂളിൽ കുട്ടികൾക്ക് നേരത്തെത്താൻ കഴിയാതെ, ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് കടകളിൽ എത്താൻ കഴിയാതെ, സഹോദരങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ കഴിയാതെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒന്ന് പൊളിക്കുന്നു, വീണ്ടും ടാർ ചെയ്യുന്നു PWD. എന്തൊരു തെമ്മാടിത്തരമാണ് ഇത്! PWDയും ഇവിടെ കാണുന്ന ഈ ജലജീവൻ മിഷന്റെ എഞ്ചിനീയറും തമ്മിലുള്ള ഇത് അന്തർധാരയാണോ ഈ റോഡിൽ ഞങ്ങൾക്കൊരു ശാപം തന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അതിന്റെ മീതെ സഞ്ചരിക്കും, അധികാരത്തിൻ നെറ്റിപ്പട്ടം, അധികാരത്തിൻ നെറ്റി
SBIയുടെ 70ാം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി നാട്ടിക SN കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തി. SBI ഗുരുവായൂർ റീജിയൻ ഓഫീസും IMA തൃശൂരും SN കോളേജ് NSS യൂണിറ്റും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. SN കോളേജ് പ്രിൻസിപ്പൽ PS ജയ ഉദ്ഘാടനം ചെയ്തു. SBI തൃപ്പയാർ ശാഖാ മാനേജർ വിഷ്ണു C രാജഗോപാൽ, SBI വെസ്റ്റ് ഗേറ്റ് ശാഖാ മാനേജർ ഷൈൻ TS, റീജിയൻ ഓഫീസ് പ്രതിനിധികളായ ശുഭ, ജോമി, IMA ഉദ്യോഗസ്ഥൻ ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വാർഷികമനുസരിച്ച് IMA സഹകരിച്ച് നമ്മൾ നടത്തുന്ന ബ്ലഡ് ബാങ്ക് ബ്ലഡ് കണക്ഷൻ ക്യാമ്പ് അത് ഈ വർഷത്തെ 70ാമത്തെ ഇതായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരതമെമ്പാടും 70,000-ഓളം യൂണിറ്റ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത്. രക്തദാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏതൊരാൾക്കും മനുഷ്യരാശിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൗകര്യമാണ് രക്തദാനം എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടതിരിഞ്ഞി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തൃപ്രയാർ പാലത്തിന് സമീപം കൂറ്റൻ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെൺകുട്ടികളെ കമന്റടിച്ചതിന് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച പ്രതി പോലീസ് പിടിയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.